പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു. കാരണം ഇന്ന് എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എൻ്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത് അച്ഛൻ്റെ ഓൾറെഡി അവർക്ക് അറിയുന്ന കാര്യമായിരുന്നു. അപ്പം കത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, നേതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ക്രിമിനലായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവിടെ തന്നെ അവരേതേത് സ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അതാത് സ്ഥാനങ്ങളിൽ അവർ തുടരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ. ആ കാര്യങ്ങൾ CM-നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ബാങ്ക് ഡയറക്ടർ, സുൽത്താൻ ബത്തേരിയിലെ ബാങ്ക് ഡയറക്ടറുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. അനിൽകുമാറും സിദ്ദീഖും പറഞ്ഞതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ബാങ്ക് തുടർ നടപടികളിലേക്ക് പോവാത്തത്. പക്ഷേ ബാങ്കിന് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അച്ഛന്റെ കത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് 1.5 പേജിൽ വീട് എന്തിന് പണയം വെച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് 1.5 പേജ് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ 2007 അച്ഛൻ ഒരു ലോൺ എടുത്തു എന്നാണ് അവർ പറയുന്നത്. ആ 2007 എടുത്ത ലോൺ അല്ല ഇത്. 2007 എടുത്ത ലോൺ അത് എടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് 2013 അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനും ഞങ്ങൾ തെളിവ് കൊടുത്തിട്ടുണ്ട്. 2017 നവംബർ 21 അച്ഛൻ ജൻ ഔഷധി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നത്. അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവര് ചുമ്മാ പറയുന്നതാണെന്ന് വ്യക്തമാണ്. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. 2013 ഇലക്ഷന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള പണം എടുത്തത് എന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.